അത് വെറും മരങ്ങളല്ലെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ബൈക്ക് പതിയെ മുന്നോട്ട് നീങ്ങുമ്പോൾ റോഡിൻ്റെ നടുവിലൊരു തണുപ്പ്. കാലാവസ്ഥയല്ല, ഒരു അനുഭവം. എൻജിൻ ശബ്ദം പോലും ഇവിടെ അനാവശ്യമായതുപോലെ തോന്നി. അതിനാൽ ബൈക്ക് നിർത്തി. നിശബ്ദത. അത്ര ആഴത്തിലുള്ള നിശബ്ദത. സ്വന്തം ശ്വാസം വലിയ ശബ്ദമായി കേൾക്കുന്നു. ഹെൽമെറ്റിനുള്ളിൽ വിയർപ്പ്. പേടിയാണോ? ഇല്ല, എന്തോ എന്നെ നോക്കി നിൽക്കുന്നത് പോലെ. ഫോൺ എടുത്തു. നോ സർവീസ്. ഒരു ബാർ പോലുമില്ല. ശരി, കുറച്ചു നേരം കൂടി നോക്കാം എന്ന് ഞാൻ തന്നെ പറഞ്ഞു. അതൊരു തെറ്റായിരുന്നു. റോഡിൻ്റെ ഇടതുവശത്ത് ഒരു പഴയ ബോർഡ്, മരങ്ങളാൽ പകുതി മറഞ്ഞത്. അടുത്തേക്ക് പോയി വായിക്കാൻ ശ്രമിച്ചു. ഇവിടെ കടക്കരുത്. അക്ഷരങ്ങൾ ചുരണ്ടിയതാണ്, വർഷങ്ങൾ പഴക്കമുള്ളത്. അതിനടിയിൽ വേറൊരു വാചകം, പകുതി മായ്ച്ചത്. ഒറ്റയ്ക്ക് വന്നവർ തിരിച്ചു പോയിട്ടില്ല. ഹൃദയം ഒരു നിമിഷം നിർത്തിയതുപോലെ. പിന്നിൽ നിന്ന് കാൽവെപ്പ്, വളരെ പതുക്കെ. ഇലകൾ ചവിട്ടുന്ന ശബ്ദം. ഞാൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല. മനസ്സിന്റെ കളി എന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും, ഇപ്പോൾ കൂടുതൽ അടുത്ത്. ഹൃദയം വേഗത്തിൽ അടിച്ചു തുടങ്ങി. ബൈക്കിലേക്ക് ഓടി, ചാവി തിരിച്ചു. എൻജിൻ സ്റ്റാർട്ടായില്ല. വീണ്ടും. കാട് നിശബ്ദമായി നിൽക്കുന്നു. പക്ഷേ എന്തോ നീങ്ങുന്നുണ്ട്. മരങ്ങൾക്കിടയിലൊരു നീക്കം, വളരെ ചെറുത്. എൻ്റെ കണ്ണുകൾ അവിടെ തന്നെ ഉറച്ചു. അപ്പോഴാണ് ഒരു ശബ്ദം, ചെവിക്കു പിന്നിൽ, വളരെ അടുത്ത്. നീ വന്നല്ലോ. ശ്വാസം അടഞ്ഞുപോയി. ഞാൻ തിരിഞ്ഞു. നിശബ്ദത. പക്ഷേ ഈ നിശബ്ദത സുരക്ഷിതമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത എപ്പിസോഡിൽ അതൊരു മനുഷ്യന്റെ ശബ്ദമാണോ, അല്ലെങ്കിൽ കാട് തന്നെ സംസാരിച്ചതാണോ?